ഇനി കാസർഗോട്ടേക്ക് പോവുകയാണ്. അവിടെ അനന്തപുരത്തെ പ്ലൈവുഡ് ഫാക്ടറിയിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു. പുലർച്ചെ 4 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണെന്നാണ് വിവരം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന്റെ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഷഫീഖ് നസ്രുള്ള വിവരങ്ങൾ നൽകും. ഷഫീഖ്, പുലർച്ചെയുണ്ടായ തീപിടുത്തമാണ്. ഇതുവരെ തീ പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിവരങ്ങൾ. വലിയൊരു നാശനഷ്ടത്തിനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നു? പുലർച്ചെ 4 മണിയോടുകൂടിയാണ് അനന്തപുരം വ്യവസായ എസ്റ്റേറ്റിലെ പ്ലൈവുഡ് ഫാക്ടറിയിൽ തീപിടുത്തമുണ്ട്. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. കാഞ്ഞങ്ങാട്, കാസർഗോഡ്, ഉപ്പള, കുറ്റിക്കോൽ ഫയർ സ്റ്റേഷനുകളിലെ 8 ഫയർ എഞ്ചിനുകൾ ചേർന്നാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. കണ്ണൂർ സ്വദേശിയുടേതാണ് ഈ ഫാക്ടറി. അബ്ദുറഹ്മാൻ, കണ്ണൂർ സ്വദേശി അബ്ദുറഹ്മാന്റെ ഉടമസ്ഥതയിലുള്ള ഫാക്ടറിയിലാണ് ഇങ്ങനെ തീപിടുത്തം ഉണ്ടായത്. തീപിടുത്തം വലിയ നഷ്ടം ആണ് കണക്കാക്കുന്നത്. രാത്രി 12 മണിക്ക് ശേഷം ജോലി കഴിഞ്ഞ് ഇവിടുന്ന് ജോലിക്കാർ പിരിഞ്ഞു പോയിരുന്നു. 4 മണിയോടുകൂടിയാണ് വലിയ തീപിടുത്തം ഉണ്ടായത്. അതിനുശേഷമാണ് 4 ഫയർ സ്റ്റേഷനുകളിലെ 8 ഫയർ എഞ്ചിനുകൾ എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുള്ളത്. ഈ പ്ലൈവുഡ് ഫാക്ടറിയിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതാണ് ഈ തീപിടുത്തത്തിന് കാരണം എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്.